ഹലോ എവരി വൺ, വെൽക്കം ടു രാവൺ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, മോട്ടോ വ്ളോഗ്. ഞാൻ ഒരു മോട്ടോ വ്ളോഗിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതി ഓപ്പൺ ചെയ്ത ഒരു ചാനലല്ല ഇത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും എന്ന് തോന്നിയതുകൊണ്ട് ഞാനങ്ങ് തുടങ്ങിയെന്നേ ഉള്ളൂ. അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെയിലി ഒബ്സർവേഷൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഡെയിലി ഇപ്പം എനിക്കത് പോസിബിൾ ആണോ എന്നറിയത്തില്ല. കാരണം ഞാൻ ജോലിക്ക് പോകുന്നതും വരുന്നതുമൊക്കെ ധൃതി പിടിച്ചിട്ടാണ്. അപ്പം അത് ഡെയിലി ഒബ്സർവേഷനായിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന ടൈമിലൊക്കെ അങ്ങ് ജസ്റ്റ് ഇടുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഓർക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് നിങ്ങളോടൊന്ന് പറയാം എന്ന് വിചാരിച്ചു. ഒരു ഫസ്റ്റ് വ്ളോഗ് എന്നുള്ളൊരു രീതിക്ക് ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ടാകും. നിങ്ങളത് ക്ഷമിക്കണം എന്ന് പറയാനുള്ള അവകാശമില്ല. പക്ഷേ നിങ്ങളെന്നെ സ്നേഹിച്ചേ പറ്റൂ. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ മോട്ടോ വ്ളോഗിങ്ങും പിന്നെ റൈഡ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനങ്ങ് പോയിട്ട് കയറിയാൽ പോരായിരുന്നു ചേട്ടാ. റൈഡ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആട്ടോ, പോട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പല മോട്ടോർ സൈക്കിൾസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും പറയുകയില്ല. എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലും പിന്നെ ആ വണ്ടിയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസും ഒക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മോട്ടോർ സൈക്കിളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ റൈഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം കൂടുതൽ ആൾക്കാരും ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നത് ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അതായത് സ്വന്തമായിട്ട് ജോലിയൊക്കെ വാങ്ങിച്ച് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. ഇതിപ്പോൾ കാറായാലും ബൈക്കായാലും. എനിക്ക് കാറുണ്ട്, പക്ഷേ എനിക്ക് കൂടുതലും ഇതിനോടാണ് താല്പര്യം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മേലിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തിട്ടാണുള്ള കാര്യം. എനിക്കറിയാം കാഴ്ചയിലോട്ട് കറങ്ങിക്കഴിഞ്ഞാൽ വ്യൂസ് കൂടും. നമ്മളിപ്പോൾ അത് മാത്രമല്ല, വ്യൂസും സബ്സ്ക്രിപ്ഷനും ഒന്നും അല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നുള്ളത്. എനിക്ക് പണ്ട് തൊട്ടേ ഈ വ്ളോഗൊക്കെ കാണുമ്പം ഭയങ്കര താല്പര്യമാണ്. ആദ്യമൊന്നും നമുക്ക് മലയാളത്തിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ യൂട്യൂബൊക്കെ കണ്ടു തുടങ്ങുന്നത് 15-16 കാലഘട്ടത്തിലാണ്, 2015-16. ആ സമയത്തൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. എസ്പെഷ്യലി പറയുവാണെങ്കിൽ മുംബൈ കർണിക്കൽ എന്ന് പറഞ്ഞൊരു ചാനലാണ്, അതിപ്പോഴും ഉണ്ട്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട്. തുടക്കം എന്ന് പറഞ്ഞാൽ പുള്ളി വ്ളോഗിങ് ആയിരുന്നു. അന്ന് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടതാണ്. ഇത് എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനതങ്ങ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ടോട്ടൽ സെറ്റപ്പ് ഒന്നും അത്ര ഓക്കെ ഒന്നുമല്ല. പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു മൈക്കുണ്ട്. ഒന്നും അത്ര ആക്യുറേറ്റ് ഉള്ള സംഭവമല്ല. ഞാൻ വാങ്ങുന്നുണ്ട്, പക്ഷേ തുടക്കം തന്നെ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ല. നമ്മളെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലി ആണ്. അപ്പോൾ അതിലേക്ക് വാങ്ങാൻ പറ്റും, പക്ഷേ നമ്മളത്രയും എമൗണ്ട് ഇതിലേക്ക് തുടക്കം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സാധാരണക്കാരൻ്റെ ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഭാവി വാങ്ങും. പക്ഷേ
നിങ്ങളുടെ സ്നേഹവും പ്രചോദനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം എന്ന് വെച്ചു. ഉണ്ടാവുമെന്നറിയാം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2023 ലാസ്റ്റ് നവംബറിലെടുത്ത വണ്ടിയാണ്. റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650 ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. എൻ്റെ 3ാമത്തെ വണ്ടിയായത് സത്യം പറഞ്ഞാൽ. എൻ്റെ വണ്ടികളുടെ വിശേഷമൊക്കെ പറയാം. ഇതെൻ്റെ 3ാമത്തെ മോട്ടോർ സൈക്കിളാണ്. സത്യം പറയുവാണെങ്കിൽ 10 കൊല്ലത്തിനുള്ളിൽ 3ാമത്തെ വണ്ടിയാണ്. ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇത്ര ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എനിക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. അപ്പം മനസ്സിലായി കാണുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പാനിയൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും, പുഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ വണ്ടി വന്നപ്പോൾ ആ ഒരു പുഷ് കിട്ടി. വ്ളോഗിങ് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതുപോലെ സംസാരിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ഈ ചെറിയ വഴി കൂടെ ഒക്കെ ഇറങ്ങിയേ ഉള്ളൂ. നോർമൽ റൂട്ടിലൂടെയൊക്കെ ഇറങ്ങി. ഇതെൻ്റെ വീടിനടുത്തൂടെയുള്ള സ്ഥലമാണ്. എനിക്ക് എൻ്റെ നേരത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാലും അറിയാം, ഇതിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ ഇൻ്റർസെപ്റ്ററും ഇനി കൂടെ കാണും, ഈ ചാനലിൽ കാണും. ഇഷ്ടപ്പെട്ടവരെല്ലാം കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിൽ ഒരുപാട് നന്ദി.